ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 10th വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ശനിയാഴ്ച രാത്രി 11 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 പേരാണ് നോമിനേഷൻ ലിസ്റ്റുള്ളത്. നാളെ ഒരു ദിവസം കൂടെ ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യുക. നാളത്തോടെ വോട്ടിംഗ് അവസാനിക്കുകയാണ്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് ലാലേട്ടൻ്റെ എപ്പിസോഡ് ഉണ്ടാകുക. മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും ഇന്ന് രാത്രി 11 മണിയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോയുടെ പൊസിഷൻ മാത്രം യാതൊരു മാറ്റവുമില്ല. ഇത്തവണ കപ്പ് ഉയർത്തുമെന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് തുടരുന്നത്. 4,10,321 വോട്ട് നേടിയാണ് തൻ്റെ ഒന്നാം പൊസിഷനിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം പൊസിഷനിൽ ജാസ്മിനാണ് ഉള്ളത്. അഭിഷേകിനെ അട്ടിമറിച്ചുകൊണ്ട് ജാസ്മിൻ രണ്ടാം പൊസിഷനിൽ കയറി വന്നിട്ട് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്പരിപ്പിക്കുന്ന വോട്ടിംഗ് പ്രകടനം തന്നെയാണ് ജാസ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അഭിഷേകും ജാസ്മിനും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ജാസ്മിന് രണ്ടാം പൊസിഷൻ തിരിച്ചു കിട്ടുകയാണ് ചെയ്തത്. ഇപ്പോൾ 2,65,115 വോട്ട് നേടി രണ്ടാം പൊസിഷൻ തന്നെ തുടരുകയാണ്. മൂന്നാം പൊസിഷനിലാണ് ഇപ്പോൾ അഭിഷേക് ഉള്ളത്. പക്ഷേ നല്ലൊരു ഫൈറ്റാണ് ജാസ്മിനുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് മണിക്കൂർ വേണമെങ്കിലും അഭിഷേകിനെ മുന്നിലേക്ക് കയറി വരാം. ഇപ്പോൾ 2,64,176 വോട്ട് നേടി മൂന്നാം പൊസിഷനിലാണ് തുടരുന്നത്. നാലാം പൊസിഷനിൽ അൻസിബയാണ് തുടരുന്നത്. അൻസിബ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ ഒന്ന് പിന്നിലേക്കായെങ്കിലും പിന്നീട് വലിയ അട്ടിമറി നടത്തി അർജുനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ നാലാം പൊസിഷനിലാണ് നിലകൊള്ളുന്നത്. 2,58,987 വോട്ടിൻ്റെ പിൻബലത്തിലാണ് നാലാം പൊസിഷനിൽ തുടരുന്നത്. അഞ്ചാം പൊസിഷനിൽ അർജുൻ തന്നെയാണ് തുടരുന്നത്. നല്ലൊരു മുന്നേറ്റം നടത്തിയ ഒരു മത്സരാർത്ഥിയായിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഇപ്പോൾ വോട്ടിംഗ് നല്ല രീതിയിലുള്ളൊരു ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2,38,400 വോട്ട് നേടി അഞ്ചാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ അർജുൻ. ആറാം പൊസിഷനിൽ ഋഷിയാണുള്ളത്. ഋഷി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വോട്ടിംഗ് വളരെയധികം കുറവായിരുന്നു. എന്നാൽ പിന്നീട് കയറി വരികയാണ് ചെയ്തത്. ഇപ്പോൾ 2,450 വോട്ട് നേടി ആറാം പൊസിഷനിൽ സേഫ് ആയുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഴാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് അപ്സര കയറി വന്നിരിക്കുകയാണ്. ശ്രീധുവിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അപ്സര ഏഴാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. അപ്സര സേവ് ആകാനുള്ള ഒരു അവസരമാണ് അപ്സരയുടെ മുന്നിലുള്ളത്. ഇനി ഒരു ദിവസം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടിംഗ് വളരെ നന്നമാണ്. ഇപ്പോൾ 1,88,390 വോട്ട് നേടി ഏഴാം പൊസിഷനിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എട്ടാം പൊസിഷനിൽ ശ്രീധുവാണ് ഉള്ളത്. ശ്രീധു അപ്സരമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ദിവസം കൂടെയുണ്ട് ശ്രീധുവിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ ശ്രീധുവിന് ചിലപ്പോൾ സേഫ് ആവാനുള്ള ഒരു അവസരവും കൂടി ഉണ്ടാവും. 1,88,050 വോട്ട് നേടി ഇപ്പോൾ എട്ടാം പൊസിഷനിലാണ് തുടരുന്നത്. ഒമ്പതാം പൊസിഷനിൽ നമ്മുടെ റസ്മിൻ ഭായ് തന്നെയാണ് തുടരുന്നത്. റസ്മിന് ഒരു അവസരവും ഇല്ല ഇനി മുന്നേറാനുള്ള അവസരം. കാരണം 1,31,400 വോട്ട് മാത്രമേ നേടിയിട്ടുള്ളൂ. ഇപ്പോൾ ഒമ്പതാം പൊസിഷനിലാണ്. ഈ തവണ പുറത്തു പോകുമെന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് റസ്മിൻ.